നമസ്കാരം, ചെസ് ബാറ്റിൽസ് മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ അലക്സാണ്ടർ സ്റ്റെയിൻകുള്ളറും ജോസഫ് ഹെൻറി ബ്ലാക്ക്ബേർഡും തമ്മിൽ നടന്ന വളരെ മികച്ചൊരു അറ്റാക്കിംഗ് ഗെയിമാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. ഈ ഗെയിം നടന്നിരിക്കുന്നത് 1863-ലാണ്. ഈ ഗെയിമിൽ അലക്സാണ്ടർ വൈറ്റ് സൈഡും ബ്ലാക്ക്ബേൺ ബ്ലാക്ക് സൈഡുമാണ് കളിക്കുന്നത്. വൈറ്റ് E4 മുതൽ ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നു. ബ്ലാക്ക് E5 മൂവ് ചെയ്യുന്നു. വൈറ്റ് നൈറ്റിനെ F3ലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു. ബ്ലാക്ക് നൈറ്റിനെ C6ലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു. വൈറ്റ് ബിഷപ്പിനെ C4ലേക്ക് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഇറ്റാലിയൻ ഗെയിം സെലക്ട് ചെയ്യുന്നു. ബ്ലാക്ക് ബിഷപ്പിനെ C5ലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു. ഗിയോക്കോ പിയാനോ ഗെയിമാണ്. വൈറ്റിന് ഇവിടെ പല രീതിയിൽ മുന്നോട്ട് പോകാം. വൈറ്റ് മെയിൻ ലൈനാണ് സെലക്ട് ചെയ്യുന്നത്. C3 മൂവ് ചെയ്തുകൊണ്ട് D4 സ്കോറിലേക്ക് ഒരു കൺട്രോൾ കൊണ്ടുവരുന്നു. ബ്ലാക്ക് നൈറ്റിനെ F6ലേക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ട് E5 പോണ്ടവരെ അറ്റാക്ക് കൊടുക്കുന്നു. എന്നാൽ വൈറ്റ് ഇപ്പോൾ ആ പോണിനെ സംരക്ഷിക്കാനായിട്ട് ഒന്നും ചെയ്യുന്നില്ല. ആദ്യം സെൻറ്റർ ഓപ്പൺ ചെയ്യാണ്. D5 മൂവ് ചെയ്തുകൊണ്ട് ബ്ലാക്കിൻ്റെ ബിഷപ്പിനെയും പോണിനെയും ഒരുമിച്ച് അറ്റാക്ക് ചെയ്യുന്നു. ബ്ലാക്കോടെ ഒരു എക്സ്ചേഞ്ചിലേക്ക് തന്നെ പോയാണ്. പോൺ വെച്ച് പോണിട്ടുന്നു. വൈറ്റ് പോൺ വെച്ച് തിരിച്ചോട്ടുന്നു. ഇപ്പോഴും ബിഷപ്പിനെ ഒരു അറ്റാക്കാണ്. ബ്ലാക്ക് ബിഷപ്പിനെ ഫോറിലേക്ക് മൂവ് ചെയ്തുകൊണ്ട് ചെക്ക് കൊടുക്കുന്നു. ഡെവലപ്പ് ചെയ്തുകൊണ്ട് ആ ചെക്ക് ബ്ലോക്ക് ചെയ്യുന്നു. ബ്ലാക്ക് ആ ബിഷപ്പ് തമ്മിൽ എക്സ്ചേഞ്ച് ആണ്. ബിഷപ്പ് വെച്ച് ബിഷപ്പിനോട് എടുക്കുന്നു. വൈറ്റിനിപ്പോൾ പല രീതിയിൽ ആ ബിഷപ്പിനോട് എടുക്കാം. ഇവിടെ ഏറ്റവും നല്ല ഓപ്ഷൻ ഈ ഡെവലപ്പ് ഓഫ് ദ നൈറ്റ് വെച്ച് ആ ബിഷപ്പിനെ വിട്ടെടുക്കുക എന്നതാണ്. എന്നാൽ വൈറ്റിൻ്റെ ഭാഗത്തു നിന്നും ഇവിടെ ഒരു മിസ്റ്റേക്ക് സംഭവിക്കുകയാണ്. ഇപ്പോൾ ഈ ഡെവലപ്പ് ഓഫ് ദ നൈറ്റ് വെച്ചല്ല F3 നൈറ്റ് വെച്ച് ആ ബിഷപ്പിനെ എടുക്കുന്നു. ഇപ്പോൾ E4 പോണിന് സപ്പോർട്ട് കിട്ടുന്നുണ്ടെങ്കിലും ഇവിടെ ഉണ്ടായിരുന്ന നൈറ്റ് ഇങ്ങോട്ടേക്ക് മാറിയതോടെ D4 പോണിന് സപ്പോർട്ട് ഇല്ലാതിരിക്കുകയാണ്. ബ്ലാക്ക് നൈറ്റ് വെച്ച് ആ പോണിനെ എടുക്കുന്നു. വൈറ്റ് കിങ്സിലേക്ക് കാസ്ലിംഗ് ചെയ്യുന്നു. ഇവിടെ ഇപ്പോൾ ബ്ലാക്കും കാസ്ലിംഗ് ചെയ്യുകയാണെങ്കിൽ വൈറ്റ് പോൺ വെച്ച് നൈറ്റിനെതിരെ അറ്റാക്ക് കൊടുക്കുമ്പോൾ ആ നൈറ്റിന് സേഫായിട്ട് പോകാൻ വേറെ സ്കോറുകളൊന്നും ഇല്ലാതാകും. ഈ രണ്ട് സ്കോറിലേക്കും വൈറ്റിന് ക്വീൻ വെച്ച് കൺട്രോൾ ഉണ്ട്. ഇവിടേക്ക് നൈറ്റിന് കൺട്രോൾ ഉണ്ട്. D5 സ്ക്വയർ ബിഷപ്പിൻ്റെയും കൺട്രോളിലാണ്. ഇങ്ങനെ ഒരു അറ്റാക്ക് വന്നാലും വലിയ പ്രശ്നമല്ല. D5 ചെയ്തുകൊണ്ട് ഒരു കൗണ്ടർ അറ്റാക്കിലൂടെ വേണമെങ്കിൽ ആ നൈറ്റിനെ രക്ഷിക്കാൻ ശ്രമിക്കാം. എന്നാൽ ബ്ലാക്കിനിപ്പോൾ അങ്ങനെ ഒരു എക്സ്ചേഞ്ചിന് താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ ആദ്യം ഈ പോൺ മുന്നോട്ട് വരുന്നത് തടയാൻ ശ്രമിക്കുകയാണ്. അതിനായിട്ട് D6 മൂവ് ചെയ്യുന്നു. ഇപ്പോൾ D6 മൂവ് ചെയ്തതോടെ ബിഷപ്പിൻ്റെ ഡയഗണൽ കൂടെ ഓപ്പൺ ആയിട്ടുണ്ട്. ഇപ്പോൾ E5 സ്കോറിലേക്ക് പോണിന് കൺട്രോൾ ഉള്ളതുകൊണ്ട് എന്തായാലും നൈറ്റിനെതിരെ അറ്റാക്കും വരില്ല. ബ്ലാക്കിന് ഇപ്പോഴും D4 വളരെ സ്ട്രോങ് ആയിട്ട് ഒരു നൈറ്റ് ഉണ്ട്. വൈറ്റ് ആ നൈറ്റിനെ അവിടെ നിന്ന് വേഗം ഒഴിവാക്കാൻ ശ്രമിക്കുകയാണ്. അതിനായിട്ട് നൈറ്റിനെ B3 മൂവ് ചെയ്തുകൊണ്ട് ആ നൈറ്റിനെ 2 പീസിൽ വെച്ച് അറ്റാക്ക് കൊടുക്കുന്നു. ബ്ലാക്ക് അത് അക്സെപ്റ്റ് ചെയ്യാണ്. നൈറ്റ് വെച്ച് നൈറ്റിനോട്ടുന്നു. വൈറ്റ് ക്വീന് വെച്ച് തിരിച്ചോട്ടുന്നു. ഇതോടെ F7 പോണവരെ 2 പീസിൽ വെച്ച് അറ്റാക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ബ്ലാക്ക് കിങ്സിലേക്ക് കാസ്ലിംഗ് ചെയ്തുകൊണ്ട് ആ പോണിനെ റൂക്ക് വെച്ച് സപ്പോർട്ട് ചെയ്യുന്നു. ഇപ്പോഴും വൈറ്റിൻ്റെ E4 പോൺ നൈറ്റ് വെച്ച് അറ്റാക്കിലാണ്. വൈറ്റിന് ഇപ്പോൾ വേണമെങ്കിലും നൈറ്റിനെ C3 ഡെവലപ്പ് ചെയ്തുകൊണ്ട് ആ പോണിനെ സപ്പോർട്ട് ചെയ്യാമായിരുന്നു. വൈറ്റ് ഇപ്പോഴും നൈറ്റിനെ ഡെവലപ്പ് ചെയ്യുന്നില്ല. പകരം റൂക്കിനെ E1 കൊണ്ടുവന്ന് ആ പോണിനെ സപ്പോർട്ട് ചെയ്യുന്നു. ഇവിടെ ബ്ലാക്ക് വൈറ്റിൻ്റെ കിങ്സിലേക്ക് ഒരു അറ്റാക്കിന് ശ്രമിക്കുകയാണ്. അതിനായിട്ട് ആദ്യം നൈറ്റിനെ H5 കൊണ്ടുവരുന്നു. വൈറ്റ് ഇപ്പോഴും ഈ നൈറ്റിനെ ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നില്ല. പകരം മറ്റൊരു അറ്റാക്കിന് ശ്രമിക്കുകയാണ്. അതിനായിട്ട് E5 മൂവ് ചെയ്തുകൊണ്ട് ഒരു പോൺ എക്സ്ചേഞ്ച് ഓഫർ ചെയ്യുന്നു. ബ്ലാക്ക് ഇപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ റൂക്ക് പോയി തിരിച്ചിട്ടുകൊണ്ട് ആ നൈറ്റിനെതിരെ അറ്റാക്ക് കൊടുക്കാനായിരിക്കും വൈറ്റിലൂടെ പ്ലാൻ ചെയ്യുന്നത്. എന്നാൽ ബ്ലാക്ക് ഇപ്പോൾ ആ എക്സ്ചേഞ്ച് ഓഫർ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. പകരം ക്വീനെ G5 ഡെവലപ്പ് ചെയ്തുകൊണ്ട് E5 സ്ക്വയറിലേക്ക് ഒരു കൺട്രോൾ കൊണ്ടുവരുന്നതോടൊപ്പം G2 സ്ക്വയറും കൺട്രോൾ ചെയ്യുന്നു. ഇനി ബ്ലാക്ക് പോൺ വെച്ച് പോണിട്ടാണെങ്കിൽ വൈറ്റിന് റൂക്ക് പോയി തിരിച്ചോട്ടാൻ പറ്റില്ല. അതുകൊണ്ട് വൈറ്റ് ഒരു എക്സ്ചേഞ്ചിലേക്ക് തന്നെ പോവുകയാണ്. പോൺ വെച്ച് പോണിട്ടെടുക്കുന്നു. ഇവിടെ ഇപ്പോൾ ഈ പോണുകൾ തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യുക എന്നതല്ല പ്രധാന ഉദ്ദേശം. ഇവിടുത്തെ പ്രധാന ഉദ്ദേശം ഈ റൂക്കിൻ്റെ ഫയൽ ഓപ്പൺ ചെയ്യുക എന്നാണ്. ഇവിടെ ബ്ലാക്ക് ഇപ്പോൾ പോൺ വെച്ച് തിരിച്ചു വെട്ടുന്നില്ല. പകരം വളരെ സ്ട്രോങ് ആയിട്ട് ഒരു അറ്റാക്ക് കൊടുക്കുകയാണ്. നൈറ്റിനെ F4 മൂവ് ചെയ്തുകൊണ്ട് G2 സ്കോറിലേക്ക് ഒരു കൺട്രോളൂടെ കൊണ്ടുവരുന്നു. ഇനി അടുത്ത ഒരു മൂവിൽ ചെക്ക്മേറ്റാണ് ലക്ഷ്യം. ഇവിടെ ഇപ്പോൾ G3 മൂവ് ചെയ്തുകൊണ്ട് ഈ ചെക്ക്മേറ്റിൽ നിന്ന് ഒഴിവാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ബ്ലാക്കിനെ നൈറ്റിലേക്ക് കൊണ്ടുവന്ന് ചെക്ക് കൊടുക്കാൻ അവസരം കിട്ടും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ G3 മൂവ് ചെയ്തതിന് പകരം ക്വീനെ G3 കൊണ്ടുവന്ന് ഈ ചെക്ക്മേറ്റ് ഒഴിവാക്കാൻ ശ്രമിക്കുന്നതായിരുന്നു വൈറ്റിനുള്ള ഒരു ബെസ്റ്റ് ഓപ്ഷൻ. എന്നാൽ വൈറ്റിയുടെ ഒരു ഡിഫൻസിലേക്ക് പോകുന്നില്ല. ഒരു കൗണ്ടർ അറ്റാക്കിന് ശ്രമിക്കുകയാണ്. ബിഷപ്പ് വെച്ച് F7 പോണിനെ ഇട്ടതുകൊണ്ട് ബിഷപ്പിനെ സാക്രിഫൈസ് ചെയ്യുന്നു. ബ്ലാക്ക് ഇപ്പോൾ ഈ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ റൂക്ക് E8 ചെക്ക് വരുമ്പോൾ അപ്പോൾ തന്നെ ചെക്ക്മേറ്റ് ആവും. അതുകൊണ്ട് ഈ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. പകരം കിങ്ങിനെ ചെക്കിൽ നിന്ന് മാറ്റാണ്. കിങ്ങിനെ H8 മൂവ് ചെയ്യുന്നു. ഇപ്പോഴും ഇവിടെ ഒരു ചെക്ക്മേറ്റ് ഫിഷൻ നിലനിൽക്കുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചാൽ ക്വീന് വെച്ച് ഈ ചെക്ക്മേറ്റ് ഒഴിവാക്കാൻ ശ്രമിക്കുന്നത് നല്ല മൂവല്ല. ഇനി ക്വീനെ G3 കൊണ്ടുവരികയാണെങ്കിൽ
ബ്ലാക്കിന് വളരെ വേഗത്തിൽ വിജയിക്കാൻ കഴിയും. ഈ വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്ത ശേഷം ബ്ലാക്കിൻ്റെ അടുത്ത മൂവ് എന്തായിരിക്കും എന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. നേരത്തെ ഈ ഗെയിമിലെ പൊസിഷൻ കൺട്രോൾ ചെയ്തിരുന്നത് ഇവിടെ ഉണ്ടായിരുന്ന ബിഷപ്പാണ്. ആ ബിഷപ്പ് ഇപ്പോൾ ഇങ്ങോട്ടേക്ക് മാറിയതോടെ ഈ ഡയഗണലിലേക്ക് ബിഷപ്പിന് കൺട്രോൾ ഇല്ലാതായിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ബ്ലാക്കിനിപ്പോൾ ക്വീനുകൾ തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യാനോ അല്ലെങ്കിൽ ക്വീനിനെ അറ്റാക്കിൽ നിന്നും മാറ്റേണ്ട ആവശ്യമില്ല. പകരം നൈറ്റിനെ E2ലേക്ക് കൊണ്ടുവന്ന് ഇങ്ങനൊരു ഫോർക്കും ചെക്ക് കൊടുത്താൽ മതി. വൈറ്റിൻ്റെ ബിഷപ്പ് നേരത്തെ ഉണ്ടായിരുന്ന അതേ സ്കോറിലേക്കാണ് ഉണ്ടായിരുന്നെങ്കിൽ ബ്ലാക്കിന് ഇങ്ങനെ ഒരു അറ്റാക്ക് ചെയ്യാൻ കഴിയില്ലായിരുന്നു. ഇവിടെ ഇപ്പോൾ വൈറ്റിന് 2 ഓപ്ഷനേ ഉള്ളൂ. ഒന്നുകിൽ ഈ ക്വീനിനെ നഷ്ടപ്പെടുത്തി കളിക്കണം, അല്ലെങ്കിൽ റൂക്ക് വെച്ച് ഈ നൈറ്റിനെ വെട്ടിയെടുക്കണം. അങ്ങനെ വെട്ടിയെടുക്കുകയാണെങ്കിൽ ക്വീൻ C1ലേക്ക് ഒന്ന് ചെക്ക് വരികയും അടുത്ത മൂവിൽ തന്നെ ചെക്ക് മെറ്റാക്കുകയും ചെയ്യും. നമുക്കിനി ഗെയിമിലേക്ക് വരാം. അങ്ങനെ ഒരു പ്രശ്നമുള്ളതുകൊണ്ട് വൈറ്റിനിപ്പോൾ ക്വീനെ G3ലേക്ക് കൊണ്ടൊന്ന് ഈ ചെക്ക് മെറ്റ് ഒഴിവാക്കാൻ കഴിയില്ല. അല്ലാതെ ക്വീനിപ്പോൾ F3ലേക്ക് ഒന്ന് ഈ പോണിനെ സംരക്ഷിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ 2 പ്രശ്നങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, ബിഷപ്പിനുള്ള സപ്പോർട്ട് നഷ്ടപ്പെടും. രണ്ടാമത്തെ കാര്യം, ബ്ലാക്കിന് ആ ക്വീനെ അറ്റാക്ക് ചെയ്തുകൊണ്ട് തന്നെ ബിഷപ്പിനെ ഡെവലപ്പ് ചെയ്യാനുള്ള അവസരം കിട്ടും. ഇങ്ങനെയെല്ലാം പ്രശ്നങ്ങളുള്ളതുകൊണ്ട് വൈറ്റ് ഇപ്പോൾ ക്വീനെ ഇവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും മാറ്റുന്നില്ല. പകരം G3 ഇതുകൊണ്ട് ഈ ചെക്ക് മേറ്റ് ഫിഷിനെ ഒഴിവാക്കുന്നു. ഇപ്പോൾ വൈറ്റിൻ്റെ G3യിലെ പോൺ ക്വീൻ്റെ പിന്നിങ്ങിലാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ നൈറ്റിനെതിരെയുള്ള അറ്റാക്ക് പ്രശ്നമല്ല. അതുകൊണ്ട് തന്നെ ബ്ലാക്ക് ഇപ്പോൾ നൈറ്റിനെ അറ്റാക്കിൽ നിന്നും മാറ്റുന്നില്ല. ആദ്യം ആ നഷ്ടപ്പെട്ട പോണിനെ തിരിച്ചെടുക്കുകയാണ്. പോൺ ഉപയോഗിച്ച് പോൺ എടുക്കുന്നു. ഈ സമയത്ത് വൈറ്റ് നൈറ്റിനെ C3യിലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു. അതിനുശേഷം ബ്ലാക്ക് നൈറ്റിനെ H3യിലേക്ക് കൊണ്ടുവന്ന് ചെക്ക് കൊടുക്കുന്നു. ഇവിടെ ഇപ്പോൾ വൈറ്റിൻ്റെ കിങ്ങിന് മൂവ് ചെയ്യാൻ 3 സ്ക്വയറുകളുണ്ട്. ഇപ്പോൾ H1ലേക്ക് മൂവ് ചെയ്യുകയാണെങ്കിൽ നൈറ്റ് വെച്ച് F2ലെ പോൺ എടുത്തുകൊണ്ട് വീണ്ടും ചെക്ക് വരും. അല്ലാതെ F1ലേക്കാണ് മാറുന്നതെങ്കിൽ ക്വീൻ F5ലേക്ക് വരുമ്പോൾ ബിഷപ്പിന് ഒരു അറ്റാക്കും ഇവിടെ വീണ്ടും ഒരു ചെക്ക് മേറ്റ് ഭീഷണിയും വരും. അതുകൊണ്ട് വൈറ്റ് ഇപ്പോൾ ഈ 2 സ്ക്വയറിലേക്കും കിങ്ങിനെ മാറ്റുന്നില്ല. പകരം G2ലേക്ക് മൂവ് ചെയ്യുന്നു. ഇവിടെ ബ്ലാക്ക് പ്ലാൻ ചെയ്തതുപോലെ തന്നെ ഒരു ഡബിൾ അറ്റാക്ക് കൊടുക്കുകയാണ്. ക്വീനെ F6ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് ബിഷപ്പിനെതിരെയും F2ലെ പോണെതിരെയും അറ്റാക്ക് കൊടുക്കുന്നു. ഇവിടെ ഇപ്പോൾ ക്വീൻ F6ലേക്ക് വരുന്നതിന് പകരം F5ലേക്ക് കൊണ്ടുവരുന്ന സെയിം അറ്റാക്ക് തന്നെ കൊടുക്കുന്നതായിരുന്നു കുറച്ചുകൂടെ നല്ല മൂവ്. ഈ അറ്റാക്ക് അത്ര സ്ട്രോങ് അല്ല. വൈറ്റിന് സിമ്പിളായിട്ട് F3 ചെയ്തുകൊണ്ട് ഈ 2 പ്രശ്നങ്ങളും സോൾവ് ചെയ്യാമായിരുന്നു. ഇപ്പോൾ വൈറ്റിൻ്റെ ബിഷപ്പിനെതിരെ 2 പീസിൽ വെച്ച് അറ്റാക്ക് ഉണ്ടെങ്കിലും ആ അറ്റാക്ക് അത്ര സ്ട്രോങ് അല്ല. കാരണം എന്തായാലും ബ്ലാക്കിനിപ്പോൾ ക്വീൻ ഉപയോഗിച്ച് ആ ബിഷപ്പിനെ എടുക്കാൻ പറ്റില്ല. ഇങ്ങനെ ക്വീൻ ഉപയോഗിച്ച് ബിഷപ്പിനെ ഇടുകയാണെങ്കിൽ വൈറ്റിനെ ക്വീൻ ഉപയോഗിച്ച് ക്വീനെ എടുക്കാം. ഇതോടെ ബ്ലാക്കിന് ക്വീൻ നഷ്ടപ്പെടും. ബ്ലാക്കിനിപ്പോൾ എന്തായാലും തിരിച്ചു വെട്ടാൻ പറ്റില്ല. അങ്ങനെ തിരിച്ചു വെട്ടുകയാണെങ്കിൽ റൂക്ക് ഉപയോഗിച്ച് ചെക്ക് വരികയും വളരെ വേഗത്തിൽ ചെക്ക് മേറ്റ് ആകുകയും ചെയ്യും. അല്ലാതെ ഇപ്പോൾ ക്വീൻ ഉപയോഗിച്ച് വെട്ടുന്നതിന് പകരം റൂക്ക് വെച്ച് തിരിച്ചു വെട്ടിയാലും പ്രശ്നമില്ല. ആദ്യം റൂക്ക് വെച്ച് ചെക്ക് കൊടുക്കാം. അപ്പോൾ എന്തായാലും റൂക്ക് വെച്ച് ബ്ലോക്ക് ചെയ്യേണ്ടി വരും. ഇവിടെ ഇപ്പോൾ വൈറ്റ് റൂക്ക് വെച്ച് റൂക്ക് രണ്ടുണ്ടെങ്കിൽ ബ്ലാക്കിനെ ക്വീൻ വെച്ച് തിരിച്ചു വെട്ടാം. അങ്ങനെ ഒരു എക്സ്ചേഞ്ചിലേക്ക് പോയാൽ അത് ബ്ലാക്കിന് അനുകൂലമായിട്ടായിരിക്കും വരുന്നത്. കാരണം ബ്ലാക്കിനിവിടെ ഒരു എക്സ്ട്രാ ബിഷപ്പ് ഉണ്ട്. എന്നാൽ ആ നഷ്ടപ്പെട്ട പീസിനെ തിരിച്ചെടുക്കുന്നതിനായിട്ട് വൈറ്റിനിവിടെ വളരെ നല്ലൊരു ടെക്നിക്കുണ്ട്. അതായത് ആദ്യം നൈറ്റിനെ E4ലേക്ക് കൊണ്ടുവന്ന് ബ്ലാക്കിൻ്റെ ക്വീനിന് ഒരു അറ്റാക്ക് കൊടുക്കാം. ആ ക്വീൻ ഇപ്പോൾ ഈ റൂക്കിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പോകാനായിട്ട് ഒരു സ്ക്വയറേ ഉള്ളൂ. ഇപ്പോൾ ക്വീനെ F5ലേക്ക് തന്നെ മാറ്റേണ്ടി വരും. ആ സമയത്ത് G4 ചെയ്തുകൊണ്ട് ക്വീനെതിരെ വീണ്ടും അറ്റാക്ക് കൊടുക്കാം. ഇപ്പോൾ അറ്റാക്കും ആയിട്ടുണ്ട്. അതുപോലെ ബിഷപ്പ് വെച്ച് ഈ നൈറ്റ് ഉണ്ടായിരുന്ന സപ്പോർട്ട് ബ്ലോക്കും ആയിട്ടുണ്ട്. ഇപ്പോഴും ആ ക്വീന് സേഫായിട്ട് പോകാൻ ഒരു സ്ക്വയറേ ഉള്ളൂ. F4ലേക്ക് മൂവ് ചെയ്യേണ്ടി വരും. ഈ സമയത്ത് വൈറ്റിന് റൂക്കുകൾ തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യാം. അതിനുശേഷം കിങ് ഉപയോഗിച്ച് ഈ നൈറ്റിനെ ഇവിടെ എടുക്കാം. ഇതോടെ കരിക്കളുടെ നില തുല്യമായിട്ടുണ്ട്. ഇനി രണ്ടുപേർക്കും വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ മുന്നോട്ട് പോകാം. നമുക്കിനി ഗെയിമിലേക്ക് വരാം. എന്നാൽ വൈറ്റ് ഇവിടെ F3 മൂവ് ചെയ്യുന്നില്ല. പകരം ഈ ബിഷപ്പിനെ അറ്റാക്കിൽ നിന്ന് മാറ്റാണ്. ബിഷപ്പിനെ D5ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് ഈ ഡയഗണലിലേക്ക് ഒരു കൺട്രോൾ കൊണ്ടുവരുന്നു. ഇതോടെ അടുത്ത 4 മൂവിൽ ബ്ലാക്ക് വൈറ്റിനെ ചെക്ക്മേറ്റ് ചെയ്യുകയായിരുന്നു. ഈ വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്ത ശേഷം ആ 4 മൂവുകൾ ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. അതിൽ ആദ്യത്തെ മൂവ് എല്ലാവർക്കും വേഗം തന്നെ കിട്ടിക്കാണും. ആദ്യത്തെ മൂവ് ഇത് തന്നെയാണ്. ക്വീൻ ഉപയോഗിച്ച് F2ലെ പോയിന്റ് എടുത്തുകൊണ്ട് ചെക്ക് കൊടുക്കുന്നു. ഇവിടെ ഇപ്പോൾ ഒരു ഓപ്ഷനേ ഉള്ളൂ. കിങ്ങിന് H1ലേക്ക് മൂവ് ചെയ്യേണ്ടിയിരുന്നു. ഇനി 3 മൂവിൽ ചെക്ക്മേറ്റ് ആണ്. നേരത്തെ കണ്ടുപിടിക്കാൻ കഴിയാത്തവർ ഇനിയുള്ള ആ 3 മൂവുകൾ ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. ബ്ലാക്ക് ഇവിടെ ഒരു സാക്രിഫൈസിലൂടെയാണ് അറ്റാക്ക് ആരംഭിക്കുന്നത്. ആദ്യം ക്വീനെ G1ലേക്ക് കൊണ്ടുവന്ന് ചെക്ക് കൊടുത്തുകൊണ്ട് ക്വീനെ സാക്രിഫൈസ് ചെയ്യുന്നു. ഇവിടെ ഇപ്പോൾ ബ്ലാക്കിന് ആ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്താൽ വേറെ വഴിയില്ല. ക്വീന് നൈറ്റിൻ്റെ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് കിങ് ഉപയോഗിച്ച് വെട്ടാൻ പറ്റില്ല. അതുകൊണ്ട് റൂക്ക് ഉപയോഗിച്ച് വെട്ടേണ്ടതാണ്. റൂക്ക് ഉപയോഗിച്ച് ക്വീനെ എടുക്കുന്നു. ഇനി 2 മൂവിൽ ചെക്ക്മേറ്റ് ആണ്. ആദ്യം നൈറ്റിനെ F2ലേക്ക് കൊണ്ടുവന്ന്
ചെക്ക് കൊടുക്കുന്നു. വൈറ്റ് കിങ്ങിനെ G2ലേക്ക് മൂവ് ചെയ്യുന്നു. ഈ സമയത്ത് ബിഷപ്പിനെ H3ലേക്ക് ഉണ്ടെന്ന് ചെക്ക് കൊടുത്തുകൊണ്ട് ബ്ലാക്ക് ഗെയിം വിജയിക്കുകയായിരുന്നു. ആ ബിഷപ്പിന് ഇപ്പോൾ നൈറ്റിൻ്റെ സപ്പോർട്ടുണ്ട്, നൈറ്റിന് റൂക്കിൻ്റെ സപ്പോർട്ടുണ്ട്. കിങ്ങിന് മൂവ് ചെയ്യാൻ വേറെ സ്ക്വയറുകളൊന്നുമില്ല. അതോടെ ചെക്ക് മേറ്റ് ആയി. വൈറ്റിൻ്റെ ഭാഗത്തു നിന്നും കുറച്ച് മോശം മൂവുകളുണ്ടായിരുന്നെങ്കിലും ബ്ലാക്കിൻ്റെ അറ്റാക്കും ചെക്ക് മേറ്റ് ചെയ്ത രീതിയും വളരെ മികച്ചതായിരുന്നു. ഈ ഗെയിം ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണാം. നന്ദി, നമസ്കാരം.